തിരുക്കരങ്ങൾ തരുന്നതല്ല ശിക്ഷയിൽ ഞാൻ പതറുകില്ല. മാക്കണമെങ്കിൽ ശാസനകൾ സ്നേഹത്തിൻ പ്രകാശനങ്ങൾ. സുഭാഷിതം ആമോസിന്റെ പ്രവചനം 2-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം. ഞാൻ നിങ്ങളുടെ പുത്രന്മാരിൽ ചിലരെ പ്രവാചകന്മാരായും നിങ്ങളുടെ യൗവനക്കാരിൽ ചിലരെ വ്രതസ്ഥന്മാരായും എഴുന്നേൽപ്പിച്ചു. അങ്ങനെ തന്നെ അല്ലയോ ഇസ്രയേൽ മക്കളെ എന്ന് യഹോവയുടെ അരുളപ്പാട്. I raised up some of your sons as prophets and some of your young men as Nazarites. Is not so, O you children of Israel, says the Lord. ആമോസിന്റെ പ്രവചനം 2-ാം അധ്യായം പഠിക്കുമ്പോൾ 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ മോവാബിനും യഹൂദയ്ക്കും ഇസ്രയേലിനും എതിരെ പ്രഖ്യാപിച്ച ന്യായവിധിയെക്കുറിച്ചും ന്യായവിധി ഉണ്ടാകാനുള്ള കാരണത്തെക്കുറിച്ചും രേഖപ്പെടുത്തിയിരിക്കുന്നു. മോവാബിയർ ദൈവജനത്തിന്റെ ശത്രുക്കളായിരുന്നു. ഇസ്രയേലിനെ ബാലിനെ ആരാധിക്കുവാൻ പ്രേരിപ്പിക്കുന്നതിൽ ഈ ജാതി വിജയിച്ചു. അവർ ചെയ്ത ദുഷ്ടതയേറിയ പ്രവൃത്തികൾ നിമിത്തം അവർക്ക് ന്യായവിധി അനുഭവിക്കേണ്ടി വന്നു. ഏദോം രാജാവിന്റെ അസ്ഥികളെ ചുട്ട് കുമ്മായമാക്കി കളഞ്ഞിരിക്കയാൽ ശിക്ഷ അനുഭവിക്കുമെന്ന് ദൈവം അരുളി ചെയ്തു. മനുഷ്യ ശരീരത്തോടുള്ള അത്തരം കോപപ്രകടനത്തിലും ദുരുപയോഗത്തിലും ദൈവം ഒരിക്കലും പ്രസാദിക്കയില്ല. ഏത് കാലത്തും അങ്ങനെ ചെയ്യുന്നവർക്ക് നിശ്ചയമായും ശിക്ഷാവിധിയുണ്ട്. യഹൂദയ്ക്കുണ്ടായ ന്യായവിധിയുടെ കാരണം അവർ യഹോവയുടെ ന്യായപ്രമാണത്തെ നിരസിക്കുകയും അവന്റെ ചട്ടങ്ങളെ പ്രമാണിക്കാതിരിക്കുകയും അവരുടെ പിതാക്കന്മാർ പിന്തുടർന്നു പോന്ന അവരുടെ വ്യാജമൂർത്തികളെ ആരാധിച്ചു പോരുകയും ചെയ്തതുകൊണ്ടാകുന്നു. ന്യായവിധി ഉണ്ടാകുവാൻ ഇസ്രായേൽ ചെയ്ത പാപങ്ങൾ അവർ എളിയവരുടെ തലയിൽ മൺപൊടി കാണുവാൻ കാംക്ഷിക്കുകയും സാധുക്കളുടെ വഴി മറിച്ചു കളയുകയും ചെയ്തു. നീതിമാനെ പണത്തിനും ദരിദ്രനെ ഒരു കൂട്ടി ചെരുപ്പിനും വിറ്റുകളഞ്ഞു. അവർ കൈക്കൂലി വാങ്ങി അനീതി ചെയ്തു. വ്യഭിചാരവും വിഗ്രഹസേവയും വ്യാപകമായി നടകൊണ്ടിരുന്നു. അവരെ നേർവഴിയിലേക്ക് നയിക്കുവാൻ അവരുടെ പുത്രന്മാരിൽ ചിലരെ പ്രവാചകന്മാരായും യൗവനക്കാരെ വ്രതസ്ഥന്മാരായും ദൈവം അവരുടെ ഇടയിൽ അയച്ചു. എന്നാൽ ഇസ്രായേൽ ജനം അവരെ കൈക്കൊള്ളുകയോ അവരുടെ ആലോചനകൾക്കനുസരിച്ച് ജീവിക്കുകയോ ചെയ്തില്ല. ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരണമെന്നും അല്ലെങ്കിൽ ന്യായവിധി അനുഭവിക്കേണ്ടി വരുമെന്നുമുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടും അവർ കൂട്ടാക്കിയില്ല. പ്രിയമുള്ളവരെ, ഈ ചരിത്രങ്ങളൊക്കെ നമ്മെ പഠിപ്പിക്കുന്നത് എന്താണ്? അന്ന് ജാതികളുടെ ഇടയിലും ഇസ്രയേൽ ജനത്തിന്റെയും യഹൂദ ജനത്തിന്റെയും ഇടയിൽ നടന്ന അതേ പാപങ്ങളാണ് ഇന്ന് നാം ആയിരിക്കുന്ന തലമുറയിലും ദേശത്തിലും രാജ്യങ്ങളിലും നടകൊള്ളുന്നതെന്ന് നിരാകരിക്കുവാൻ കഴിയുമോ? മാനസാന്തരപ്പെടണമെന്നും പാപത്തിൽ നിന്ന് ഒഴിഞ്ഞ് ജീവിക്കണമെന്നും നിത്യജീവൻ പ്രാപിക്കണമെന്നും ലോകത്തോട് വിളിച്ചു പറയുന്ന ദൈവത്തിന്റെ പ്രവാചകന്മാരെയും വ്രതസ്ഥന്മാരെയും നിഷ്കരണ നിരാകരിക്കുകയും ഉപദ്രവിക്കുകയും കുല ചെയ്യുകയും ചെയ്യുന്ന എത്രയോ യാഥാർത്ഥ്യങ്ങൾക്ക് നാം ദൃക്സാക്ഷികളാകുന്നു. മത്തായി 16:27 പറഞ്ഞിരിക്കുന്നത്, മനുഷ്യപുത്രൻ തന്റെ പിതാവിന്റെ മഹത്വത്തിൽ തന്റെ ദൂതന്മാരുമായി വരും. അപ്പോൾ അവൻ ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തിക്ക് തക്കവണ്ണം പകരം നൽകും. ഒരു വ്യക്തിയായാലും ഒരു സമൂഹമായാലും ഒരു ദേശമായാലും രാജ്യമായാലും തങ്ങളുടെ പ്രവൃത്തിക്ക് തക്കവണ്ണമാണ് ദൈവത്തിൽ നിന്ന് പകരം ലഭിക്കുവാൻ പോകുന്നത്. യിരെമ്യാ പ്രവാചകൻ 17:10 ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, യഹോവയായ ഞാൻ ഹൃദയത്തെ ശോധന ചെയ്ത് അന്തരംഗങ്ങളെ പരീക്ഷിച്ച് ഓരോരുത്തന് അവനവന്റെ നടപ്പിനും പ്രവൃത്തിയുടെ ഫലത്തിനും തക്കവണ്ണം കൊടുക്കുന്നു. പൗലോസ് റോമർ 14:12 പറഞ്ഞിരിക്കുന്നത്, ആകയാൽ നമ്മിൽ ഓരോരുത്തൻ ദൈവത്തോട് കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. വെളിപ്പാട് പുസ്തകം 20:12 യോഹന്നാൻ എഴുതിയിരിക്കുന്നത്, മരിച്ചവർ ആബാലവൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും ഞാൻ കണ്ടു. പുസ്തകങ്ങൾ തുറന്നു, ജീവന്റെ പുസ്തകം എന്ന മറ്റൊരു പുസ്തകവും തുറന്നു. പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിന് ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ന്യായവിധി ഉണ്ടായി.
പ്രിയമുള്ളവരെ, ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാകുന്ന സമയങ്ങൾ ഏറ്റവും അടുത്തിരിക്കുന്നു. ന്യായവിധിയിൽ അകപ്പെട്ടു പോകാതെ യേശുവിൽ വിശ്വസിച്ച് നിത്യജീവൻ പ്രാപിക്കുവാൻ എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത വിസ്മയ സ്നേഹം എന്നാത്മാവിൽ ആനന്ദം, ജീവനെ നൽകിയ സ്നേഹം എൻ ജീവന്റെ ആധാരം. ഓ എൻ ജീവന്റെ ആധാരം. ക്രൂശിലൻ യേശുവിൻ യാഗം എൻ പാപത്തിൻ മോചനം. ക്രൂശിൽ